അവധിക്കാലത്ത് കുട്ടികളെ കളിക്കളത്തിലേക്ക് ക്ഷണിച്ച് പത്തനംതിട്ട ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണ. കണ്ടം ക്രിക്കറ്റ് ചെറിയ കളിയല്ല എന്ന പേരിലാണ് പരിപാടി. കുട്ടികൾക്കൊപ്പം പാടത്തിറങ്ങിയാണ് കളക്ടർ പങ്കാളിത്തം ഉറപ്പാക്കിയത്. ഞായറാഴ്ചയാണ്, അവധി ദിവസമാണ്. പക്ഷേ പത്തനംതിട്ട ജില്ലാ കളക്ടർ പ്രേംകൃഷ്ണ വലിയ തിരക്കിലാണ്. അദ്ദേഹം കളിയുടെ തിരക്കിലാണ്. കണ്ടം ക്രിക്കറ്റ് എന്ന് പറഞ്ഞ് ജില്ലാ ഭരണകൂടം ഒരു പദ്ധതി നടപ്പിലാക്കിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട് നാട്ടുകാരും കുട്ടികളൊക്കെയായിട്ട് കളിക്കളത്തിൽ തിരക്കിലാണ് കളക്ടർ. എന്താണ് ഈ കണ്ടം ക്രിക്കറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? കണ്ടം ക്രിക്കറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ പണ്ട് കണ്ടത്തിലും പറമ്പിലും ഒക്കെ പോയി പണ്ട് വേനലവധി കാലത്ത് നമ്മൾ കളിച്ചിരുന്ന ക്രിക്കറ്റ്, അല്ലെങ്കിൽ നമ്മൾ ബാക്കി കളികളൊക്കെ ആയിരുന്നു. പണ്ട് നമ്മളെല്ലാം അങ്ങനെ ഒരു തലമുറയിൽപ്പെട്ട് വളർന്നു വന്ന ആൾക്കാരാണ്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഇടയിൽ നിന്നും ഇത്തരം ചെറിയ ചെറിയ കളികൾ അല്ലെങ്കിൽ ഇത്തരം ഒരു കൂട്ടായ്മകൾ പതുക്കെ അപ്രത്യക്ഷമാകുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടായി. അതുമാത്രമല്ല, പലപ്പോഴും ഇപ്പോഴുള്ള കുട്ടികൾ മൊബൈൽ ഫോണും ബാക്കി അങ്ങനത്തെ കുറേ കാര്യങ്ങൾ, സോഷ്യൽ മീഡിയ അഡിക്ഷൻ, ഇങ്ങനെയൊക്കെ കുറേ ഇഷ്യൂസൊക്കെ കുട്ടികളിലുണ്ട്. അപ്പം അതൊന്ന് സോൾവ് ചെയ്യുക, അല്ലെങ്കിൽ അതിനൊരു പരിഹാരം. അതുപോലെ കുട്ടികളെ നമ്മൾ പുറത്തേക്ക് ഇറക്കുക. ഇതുപോലെ ഇപ്പോൾ നമുക്ക് ഈ ഗ്രൗണ്ട് കണ്ടാൽ തന്നെ കയറി ഇത്രയും മനോഹരമായിട്ടുള്ള ഗ്രൗണ്ടിൽ നിന്ന് നമുക്ക് കളിക്കുക, കൂട്ടുകാർ ഉണ്ടാക്കുക, അങ്ങനത്തെ ഒരു കോൺസെപ്റ്റിൽ നിന്നാണ് ഈ ഒരു കണ്ടം ക്രിക്കറ്റ് എന്നൊരു ഇതിലേക്ക് എത്തിയതെന്ന് പറയും. അങ്ങയുടെ തന്നെ ആശയമാണോ? കാരണം പൊതുവെ കളക്ടർമാർ ഇങ്ങനെ കളിക്കളത്തിലൊന്നും ഇറങ്ങി കാണാറില്ല. അവർ കാറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഔദ്യോഗിക ജീവിതമായിട്ട് തിരക്കിലായിരിക്കും. ഇതിനൊക്കെ എങ്ങനെ സമയം കണ്ടെത്തുന്നു? ഞായറാഴ്ച ഇറങ്ങുന്നതെന്നാണ് കേൾക്കുന്നത്. അത് നമുക്ക് ഔദ്യോഗിക തിരക്കുണ്ട്. പക്ഷേ ഇതിപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഗവൺമെൻറ് പോലും ഇത്തരം കാര്യങ്ങൾക്ക് ഒരുപാട് ഫോക്കസ് കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ പറഞ്ഞിരിക്കുന്ന ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട്, സ്ക്രീൻ ടൈം കുറയ്ക്കുന്നതായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ഇതൊരു ഒഫീഷ്യൽ ഡ്യൂട്ടി എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം. പക്ഷേ എന്നിരുന്നാലും ഇപ്പം എനിക്ക് പണ്ട് ക്രിക്കറ്റ് കളിക്കാൻ താല്പര്യമുള്ള ആളും ക്രിക്കറ്റ് കുറേ നാളായിട്ട് ഒത്തിരി വർഷങ്ങളായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളും ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇഷ്ടമുള്ള കാര്യമായതുകൊണ്ടാണ് സമയം കണ്ടെത്തുന്നത്. യുവാക്കളുടെ പിന്തുണയൊക്കെ എങ്ങനെയുണ്ട്? അത് വളരെ വലിയ റെസ്പോൺസാണ്. ഞാനിപ്പോൾ 3ാമത്തെ ഗ്രൗണ്ടിലാണ് ഇന്ന് കളിക്കുന്നത്. ഇനിയൊരു 3 ഗ്രൗണ്ടിലൂടെ പോകാനുണ്ട്. അപ്പം എല്ലാവരും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, കളക്ടർ കളിക്കണം എന്നുള്ള രീതിയിലാണ്. പഴയ കുട്ടിക്കാലത്തെ ടച്ചിലേക്കും കൂടിയുള്ള തിരിച്ചു പോക്കായിരിക്കും അല്ലേ? ക്രിക്കറ്റൊക്കെ എല്ലാവരെ സംബന്ധിച്ച് ആവേശമായിരുന്നല്ലോ. അതെ, തീർച്ചയായിട്ടും. നമ്മൾ സച്ചിനൊക്കെ കളിച്ച് സച്ചിനെയൊക്കെ കണ്ട് വളർന്നൊരു പ്രായമാണ്. അപ്പം നമ്മുടെ ഒരു കാലമാണ്. അപ്പം തീർച്ചയായിട്ടും അത് കളിക്കുമ്പോൾ നമുക്ക് വീണ്ടും പണ്ടും അതുപോലെ ഇപ്പോൾ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ നിന്ന് കളിക്കുമ്പോൾ ഒരു കുട്ടിക്കാലത്തേക്ക് തീർച്ചയായിട്ടും പോകുന്നുണ്ട്. എന്തായാലും കളക്ടർ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തോടൊപ്പം കളിക്കാൻ എത്തിയ ആളുകളും ഇവിടെയുണ്ട്. എങ്ങനെയുണ്ട് കളക്ടർ? സൂപ്പർ. ബാറ്റിംഗ് ഒക്കെ എങ്ങനെയുണ്ട്? ഭയങ്കര നന്നായിരുന്നു. നിങ്ങളെ സംബന്ധിച്ചതൊരു പുതിയ അനുഭവമല്ലേ ക്രിക്കറ്റോടെ ക്രിക്കറ്റ് എന്നൊക്കെ പറയുന്നത്? തീർച്ചയായും ഞങ്ങൾക്കൊരു പുതിയ അനുഭവമാണ്. ഇങ്ങനെ ഇത്തരത്തിലൊരാൾ ഞങ്ങളുടെ മുമ്പിൽ കളിക്കാൻ വരിക എന്ന് പറയുന്നത് തീർച്ചയായും ഞങ്ങളെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഞങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നു. എന്തായാലും ജില്ലാ ഭരണകൂടത്തിൻ്റെ ഈ ഉദ്യമം വിജയിക്കട്ടെ. നാട് ലഹരിയിലേക്കും മറ്റ് തരത്തിലൊക്കെ നീങ്ങുന്ന ഘട്ടത്തിൽ ഒരു കളക്ടർ തന്നെ ഇത്തരത്തിൽ കണ്ടം ക്രിക്കറ്റ് എന്നൊരു ആശയമായിട്ട് വരുന്നു, യുവാക്കൾക്കിടയിൽ ഇറങ്ങുന്നു, കളിക്കുന്നു. എന്തായാലും അത് വലിയ വിജയമാകട്ടെ.